വഖഫ് നിയമനത്തിലെ ഹർജികളുടെ തൽസ്ഥിതിയിൽ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. വഖഫ് നിയമം ചോദ്യം ചെയ്ത ഹർജികൾ സുപ്രീം കോടതി തള്ളി എന്ന വാദം തെറ്റാണ്. ഹർജികൾ ഇപ്പോഴും പരിഗണനയിൽ തന്നെയെന്ന് സുപ്രീം കോടതിയിലെ കേസ് രേഖകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യം മറച്ചുവെച്ചാണ് ഹർജി തള്ളിയെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയെങ്കിലും ഹർജി തള്ളിയെന്ന് വി ഡി സതീശൻ. അല്ല, അതിപ്പോ സെൻട്രൽ ആക്ട് അല്ലേ. ഇപ്പൊ കോടതി അതിനെതിരായിട്ട് സെൻട്രൽ ആക്ടിനെതിരായിട്ട് സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി അത് തള്ളി. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ഇടതുപക്ഷം തിരുത്തി. ഏത് കേസാണ് സുപ്രീം കോടതി തള്ളിയതെന്ന് മുൻ നിയമമന്ത്രി പി രാജീവിന്റെ ചോദ്യം. വഖഫ് നിയമം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലെന്നും പി രാജീവ്. ഗവൺമെന്റ് കണ്ടിന്യൂറ്റി ആണല്ലോ. ആ ഗവൺമെന്റിന്റെ കേസ് കോടതിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ കേസ് തള്ളി എന്ന് മുഖ്യമന്ത്രി ആധികാരികമായി പറയുമ്പോ എവിടെ കേരളത്തിൽ ഇപ്പൊ എന്താ നടക്കുന്നത്? ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പ്രശ്നങ്ങളെ കാണേണ്ടത്? മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന സുപ്രീം കോടതിയിലെ രേഖകളിൽ നിന്നും വ്യക്തം. വഖഫ് നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി ഇതുവരെ ഇറക്കിയത് ഇടക്കാല ഉത്തരവ് മാത്രം. വഖഫ് നിയമത്തിലെ 14-ാം വകുപ്പ് ഉൾപ്പെടെയുള്ള ഒരാക്ഷേപത്തിലും സുപ്രീം കോടതി അന്തിമവാദം കേട്ടിട്ടില്ല. വഖഫ് നിയമത്തിന്റെ ഭരണഘടനാ സാധുതയിൽ അന്തിമ തീരുമാനവും എടുത്തിട്ടില്ല. സംസ്ഥാന സർക്കാരും മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷികൾ നൽകിയ ഹർജികൾ ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ തന്നെയുണ്ട്. ഇക്കാര്യം മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വസ്തുതാവിരുദ്ധ പ്രസ്താവന. ലീഗൽ ഡെസ്ക് റിപ്പോർട്ട്.